ചെറുപ്പം മുതലേ വളരെ പ്രോത്സാഹനം കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട് കേനാട്ടുപറമ്പാണ്, ടൗണിലാണ്, എംഎൽഎയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. മനുരാജി വളരെ കുട്ടിയിൽ തന്നെ വളരെ താഴ്ന്ന ഇതിൽ ഉമ്മൻചാണ്ടി സാറൊക്കെ ഉള്ളപ്പോൾ തന്നെ അന്ന് ഇത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. മത്സ്യ കോളേജിൽ അതാണ് നല്ല ഒരു ഇതാണ്. ഭഗവാനോടുള്ള വിശ്വാസം എല്ലാവർക്കും കൂടുകയാണ്. അതിൻ്റെ ഭാഗമായി ഇവിടുന്ന് സ്കേറ്റിംഗ് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനം ചെയ്യാണ്. കൂടുതൽ സമയം എടുക്കുന്നില്ല. MLA അത് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രശസ്ത സംഗീത സംഘം എൻ്റെ പ്രിയ സുഹൃത്ത് പ്രകാശ് ഉള്ളിലുണ്ട്. ഇവിടുത്തെ ഷിജു ഉൾപ്പെടെ സജീവേട്ടൻ, PK വാസു, പത്രക്കാരൊക്കെ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. പത്രക്കാർ എല്ലാവരും ഉണ്ട്. നാച്ചിമുത്തു, പിന്നെ പ്രധാനപ്പെട്ട സുരേഷ്, KSRTC സുരേഷ്, സജിക്കുട്ടൻ, എല്ലാവരും എല്ലാ സുഹൃത്തുക്കളും, ബ്ലോക്ക് പ്രസിഡന്റ് രാധകൻ, എല്ലാവരുടെയും സീനിയർ നമ്മുടെ നേതാവാണ് വേലേതേട്ടൻ. അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാ ആൾക്കാരും ഉണ്ടല്ലോ. എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ശബരിമലയിലേക്ക് അദ്ദേഹം എത്തിച്ചേരട്ടെ. എത്തുന്നതിനായി അദ്ദേഹം മനുരാജ് സ്കേറ്റിംഗായി മുന്നോട്ട് പോകുമ്പോൾ പിന്നിൽ അച്ഛൻ അവരുടെ ബൈക്കിൽ പിന്നിലുണ്ടാവും. ഒപ്പം തന്നെ ഒരു ബൊളോറോ വണ്ടി അമ്മ അവിടെ മലമ്പുഴ PHSൽ നേഴ്സും കൂടിയാണ്. ആരോഗ്യ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് തന്നെ അമ്മ അതിന് പിന്നിൽ ഉണ്ടാവും. ബഹുമാനപ്പെട്ട നല്ല ഒരു MLAയുടെ മലമ്പുഴയിൽ ആദ്യത്തെ ഒരു കൈനീട്ടമാണ് ഈ ഉദ്ഘാടനം. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഞങ്ങൾ പ്രിയങ്കരനായ MLA, പക്ഷേ നമ്മുടെ വാഗ്ദാനങ്ങളൊക്കെ അറിയാം ഇലക്ഷൻ സമയത്ത്. എന്തായാലും അദ്ദേഹത്തിന് പ്രിയപ്പെട്ട MLAക്ക് ഇവിടെ ഈ രീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. MLA ആധികാരികമായി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും അതിനുശേഷം പ്രകാശ് ഉള്ളിയേരി കൊണ്ടുവന്ന് സംസാരിക്കും. ശ്രീ ബഹുമാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആദരപൂർവ്വം ക്ഷണിക്കും. ഏറ്റവും പ്രിയപ്പെട്ട ശിലാക്ഷേത്രൻ, പ്രിയപ്പെട്ട സുഹൃത്ത് പ്രകാശേട്ടൻ, മറ്റ് പ്രിയപ്പെട്ട ഈ നാട്ടിലെ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രിയപ്പെട്ട മണിയേട്ടൻ, ഏറ്റവും പ്രിയങ്കരനായ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ തന്നെ മുഖ്യ ആകർഷണമായ പ്രിയപ്പെട്ട ശ്രീ മനു, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് അടക്കം ഈ ചെറുപ്രായത്തിനകത്ത് കരസ്ഥമാക്കിയ ഒരു ചെറുപ്പക്കാരൻ വളരെ വ്യത്യസ്തമായി ഇന്ന് മറ്റൊരു പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ്. ശബരിമല സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശത്തു നിന്ന് കടന്നു വരുന്ന ഒരാളാണ് ഞാൻ. കുട്ടിക്കാലത്ത് നമ്മളിപ്പോൾ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ പത്തനംതിട്ടക്കാരനാണെന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും ശബരിമല നാട്ടിലല്ലേ എന്ന് ചോദിക്കും. പൊതുപ്രവർത്തനമൊക്കെ തുടങ്ങിയപ്പോഴും ഏറ്റവും അധികം ആളുകൾ നമ്മളെ വിളിക്കുക മണ്ഡലകാലമൊക്കെ ആകുമ്പോൾ ശബരിമല ദർശനത്തിൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പാലക്കാട് MLA ആകുമ്പോഴും ഏറ്റവും അധികം ഒരു ദിവസം വരുന്ന ഫോൺ കോളുകളിലൊന്ന്, ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികം വരുന്ന ഫോൺ കോളുകളിലൊന്ന് ശബരിമലയിലേക്ക് ദർശനത്തിന് പോകുന്ന ആളുകൾ അവരുടെ ചെയ്യാൻ കഴിയുന്ന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതുവരെ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് നിങ്ങളുടെ നാട്ടുകാരൻ കൂടിയായ വിനോദിനെയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് നമ്മുടെ ഓഫീസിൽ നിന്നത് ചെയ്തു പോകുന്നത്. ഇപ്പോൾ മനു സ്കേറ്റ് ചെയ്തിട്ട് ശബരിമലയിലേക്ക് പോകുവാൻ തീരുമാനിക്കുകയാണ്. നടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ ഒരു കാലം മുഴുവൻ ശബരിമലയിലേക്ക് ആളുകൾ, എല്ലാ മനുഷ്യന്മാരും പോയിക്കൊണ്ടിരിക്കുന്നത് നടന്നിട്ട് തന്നെയായിരുന്നു. കാനനപാത അല്ലേ, എന്നാണല്ലേ ഈ കല്ലും മുള്ളും കാലുക്കും എത്തയും എന്നൊക്കെ പറഞ്ഞ് കല്ലും മുള്ളും കാനനപാതയും എല്ലാം താണ്ടി വേണം ശബരിമലയിൽ മലമുകളിലുള്ള അയ്യനെ പോയി കാണുവാനായി. ഇന്നിപ്പോൾ മനു അവൻ്റെ സ്വപ്രയത്നത്താൽ അഭ്യസിച്ചൊരു പ്രധാനപ്പെട്ട അവൻ്റെ കഴിവുകളിലൊന്നായ സ്കേറ്റിങ്ങിൻ്റെ ഭാഗമായി സ്കേറ്റ് ചെയ്ത് തന്നെ ശബരിമലയിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ പരിപാടി ഞാനുമായിട്ടുള്ളൊരു ബന്ധം പറഞ്ഞാൽ പാലക്കാട് MLA ആകുന്നതിന് മുമ്പ് എന്നെ ക്ഷണിച്ച പരിപാടിയാണ് ഈ പരിപാടി.
അപ്പോൾ MLA ആകുന്നതിന് മുമ്പ് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വോട്ടില്ലെങ്കിലും അവിടെ ഞാൻ ജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണല്ലോ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രത്യേകമായിട്ടുള്ള വ്യക്തിപരമായ വൈകാരികത കൂടി ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഈ 3 ദിവസം മനോഹരമായി തന്നെ വിവിധ ആരാധനാലയങ്ങളിൽ സന്ദർശനം നടത്തി, വിവിധ ക്ഷേത്രങ്ങളിൽ ബാവരപള്ളിയിൽ ക്ഷേത്ര ദർശനവും പള്ളി ദർശനവും ഒക്കെ നടത്തി ശബരിമലയിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട മനുവിന് സ്നേഹാഭിവാദ്യങ്ങൾ. മനുവിനോടൊപ്പം അനുഗമിക്കുന്ന കളരി ഗുരുക്കൾ കൂടിയായ അദ്ദേഹത്തിൻ്റെ പിതാവ് നീട്ടിന് സ്നേഹാഭിവാദ്യങ്ങൾ. ഈ രണ്ടുപേരുടെയും അത്തരത്തിലുള്ളൊരു ഉദ്യമത്തെ വളരെ പ്രോത്സാഹനജനകമായി നോക്കിക്കണ്ട് അവരോടൊപ്പം കൂടുന്ന മനുവിൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് സ്നേഹാശംസകൾ. ഈ പോകുന്ന വഴിയിൽ ഞാൻ ചെയ്യേണ്ടുന്ന എന്തെങ്കിലും കാര്യമുണ്ട് എങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. അവിടെ വേണ്ടുന്ന സൗകര്യങ്ങളും ക്രമീകരണങ്ങളുമെല്ലാം ശബരിമലയിൽ അടക്കം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.